കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രാദേശിക സിപിഎം നേതാക്കൾ കാലുവാരി തോൽപ്പിച്ചെന്ന് ആർജെഡിയുടെ പരാതി. സിപിഎം ജില്ലാ സെക്രട്ടറിയുമായുള്ള ചർച്ചയിലാണ് നേതാക്കളുടെ പരാതി. സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ചർച്ച. വിശദാംശങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, ഇക്കാര്യത്തിൽ മുൻപ് തന്നെ ഈ ആർജെഡി ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും. ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അവിടെ കളം വഷളാവുകയാണോ? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ആർജെഡി അഞ്ച് സീറ്റുകളിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്ന. 5 സീറ്റുകളിലും തോൽവി നേരിടുകയുണ്ടായി. ഈ 5 സീറ്റുകളിലെയും തോൽവിക്ക് പ്രധാന കാരണം സിപിഐഎമ്മിന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അവർ പിന്താങ്ങാതിരുന്നതും അവർ കാലുവാരിയതുമാണ് എന്ന ആക്ഷേപം ആദ്യഘട്ടം തൊട്ട് തന്നെ, അതായത് തിരഞ്ഞെടുപ്പ് തോൽവി വന്ന ആദ്യഘട്ടം തൊട്ട് തന്നെ ആർജെഡി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നത്. കോഴിക്കോട് സിപിഐഎം ജില്ലാ നേതൃത്വത്തെ ഉൾപ്പെടെ അറിയിച്ചിട്ടും കൃത്യമായിട്ടുള്ള നടപടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒരു എന്താ ഈ ആർജെഡി നേതാക്കളുമായി അതിലൊരു ചർച്ച നടത്താൻ പോലും സിപിഐഎം നേതാക്കൾ തയ്യാറായിരുന്നില്ല എന്ന ആക്ഷേപം ആദ്യഘട്ടം മുതൽക്കേ തൊട്ട് തന്നെ ആർജെഡി നേതാക്കൾ ഉയർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ആർജെഡി മുന്നണി വിടണമെന്ന ആവശ്യം കോഴിക്കോട് ജില്ലയിലെ ആർജെഡിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി എല്ലാം തന്നെയാണ് ഒരു അനുനയ ചർച്ചയ്ക്കായി സിപിഐഎം ജില്ലാ നേതൃത്വം ആർജെഡി നേതാക്കളെ വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ നേതാക്കളായിട്ടുള്ള കിഷൻചന്ദ്, മോയിൻകുട്ടി, ഉമേഷ് അടക്കമുള്ള 5 നേതാക്കൾ, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 3 സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ ഒരു അനുനയ ചർച്ചയ്ക്കായി എത്തിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേതാക്കൾ, ആർജെഡി നേതാക്കൾ ഉന്നയിക്കുന്നത് ഈ 5 സീറ്റുകളിലും തോൽവിക്ക് കാരണമായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ പ്രധാനമായും ചില മുൻപ് കൗൺസിലറായിരുന്ന ആളുകൾ, കഴിഞ്ഞ ടൈമിൽ കൗൺസിലറായിരുന്ന സിപിഐഎമ്മിന്റെ കൗൺസിലറായിരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ചില ബ്രാഞ്ച് സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെ ഇത്തരത്തിൽ ആർജെഡി നേതാക്കളുടെ അല്ലെങ്കിൽ ആർജെഡി സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായി പ്രവർത്തിച്ചു. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, നിലവിൽ നമുക്കറിയാം 140 മണ്ഡലങ്ങളിലും സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ജാഥകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഓരോ മണ്ഡലത്തിലും നടക്കുന്ന ജാഥകളിൽ ഈ ആർജെഡി നേതാക്കൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്ന ഈ ജാഥയിൽ ഉൾപ്പെടെ പങ്കെടുക്കാതിരിക്കാനുള്ള തീരുമാനം ആർജെഡി ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖല തിരിച്ചിട്ട് ഉത്തരമേഖലയും മധ്യവും ദക്ഷിണ മേഖലയും തിരിച്ചുകൊണ്ടുള്ള LDFന്റെ ജാഥകളുമുണ്ട്. അതിൽ കോഴിക്കോട് ജില്ലയിലേക്ക് 2-ാം തീയതിയാണ് ജാഥ എത്തുന്നത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥ, അതിലും പങ്കെടുക്കാതിരിക്കാനുള്ള തീരുമാനം ആർജെഡി നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നിസ്സഹകരണം ആണ് ആർജെഡി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ സിപിഐഎം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർജെഡി നേതൃത്വം ജില്ലാ നേതൃത്വം മുൻപോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവർ അടുത്ത നിലപാടുകളുമായി മുൻപോട്ട് പോകും, കടുത്ത നിലപാടുകളുമായി തന്നെ മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട് ആർജെഡിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആദ്യഘട്ടം തൊട്ട് തന്നെ ഇത്തരത്തിൽ LDFനോടൊപ്പം തുടർന്നിട്ട് കാര്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് നടക്കുന്ന ഈ ചർച്ച നിർണായകമാണ്. ശരി, കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.